ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഹാങ്ങിങ് പ്ലാന്റ്സിനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സ് റീപോർട്ടിംഗ് ഒക്കെയാണ് ഇന്ന് നമ്മൾ ഈ കാണിക്കുന്നതെന്ന് പറയുന്നത്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപുള്ള ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ അവസ്ഥയാണ് കേട്ടോ. നന്നായിട്ട് നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലാണ്, അതായത് എൻ്റെ വീട്ടിലാണ് ഈ കാണിക്കുന്നത്. അവിടെ കുറേച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് കാണിക്കാം. അതിങ്ങനെ കുറേ ചെടികളുണ്ട്. അത് നമുക്ക് വിശദമായിട്ട് പിന്നൊരു വീഡിയോ ആയിട്ട് കാണിക്കാം. ഇപ്പോൾ ഇവിടെ കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ കൊലകുത്തി അത് കുറേയൊക്കെ മോശമായിപ്പോയി. അതിനും പപ്പ കുറേ അത് റീപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് റീപ്പോർട്ടൊക്കെ ചെയ്യാൻ തുടങ്ങുകയാണ്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്തും താണ്ട് ഇതുപോലെ കുറേ ചെടികൾ ഉണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ ടർട്ടിൽ വൈനാണ്. ടർട്ടിൽ വൈൻ ഇങ്ങനെ മേളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ എന്താ പറയുക, താഴോട്ട് ഇങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് വീണ്ടും വീണ്ടും റീപ്പോർട്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല കേട്ടോ, അത് നശിച്ചു പോവും. അപ്പം ഇപ്പോൾ റീപ്പോർട്ട് ചെയ്യാനുള്ള സമയമായി. എന്നാൽ പിന്നെ ഒന്ന് റീപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ കരുതി പപ്പ അതൊക്കെ റീപ്പോർട്ട് ചെയ്യാണ്. അപ്പം നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നമ്മുടെ ചട്ടിയെല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് ചട്ടികളാണ് കേട്ടോ. ഈ ചട്ടികളുടെ വില എന്ന് പറയുന്നത് 20 രൂപ ഒരു റേഞ്ചിലാണ് നമ്മൾ മേടിച്ചത്. ഇപ്പോൾ ഇതെനിക്ക് തോന്നുന്നു 2 വർഷമായി നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറേയൊക്കെ നാൾ കഴിയുമ്പം നമ്മുടെ ചട്ടികളൊക്കെ, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടികൾ പന്നലായി പോകും കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും മേടിക്കണം. പക്ഷേ 20 രൂപയുടെ റേറ്റേ ഉള്ളൂ കേട്ടോ. ഇവിടുന്ന് മേടിക്കാൻ 20 രൂപയെ റേറ്റ് ഉള്ളൂ. പിന്നെ നമ്മുടെ ചെടികളുടെ തളിർപ്പില്ല, അതൊക്കെ നമ്മൾ റെഡിയാക്കി ഇങ്ങനെ പിച്ചി വെച്ചിട്ടുണ്ട് നമുക്ക് നടുന്നതിന് വേണ്ടി. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പോട്ടി മിക്സ് എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും ഹാങ്ങിങ് പ്ലാന്റ്സിന് നല്ല കട്ട പിടിക്കാത്ത മണ്ണ് ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ. കാരണം ചെളിമണ്ണ് ഉപയോഗിക്കുകയാണെങ്കിൽ അടിയിലേക്ക് വെള്ളം ഇങ്ങനെ ഊർന്നു പോകാതെ പെട്ടെന്ന് പന്നലായി പോകും കേട്ടോ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും കുറച്ച് മണലും പിന്നെ നല്ല ഇളകി കിടക്കുന്ന മണ്ണ്, അതാണ് മണലും പിന്നെ ഇച്ചിരി മണ്ണും മേൽമണ്ണാണ് നല്ലത് എപ്പോഴും. പിന്നെ നമ്മൾ കുറച്ച് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്താണ് ഈ പോട്ടി മിക്സ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം അതൊക്കെ പപ്പനാണ്ട് ഇങ്ങനെ ഓരോ ചട്ടിയിലേക്ക് ഇങ്ങനെ മാറ്റുന്നുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാണ്ടിരിക്കുന്നത് നല്ലത് കേട്ടോ. എപ്പോഴും നമ്മൾ വെള്ളം നോക്കിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. എൻ്റെ തൊണ്ടയൊക്കെ പകുതി പോയിരിക്കുകയാണ് കേട്ടോ. കാരണം ഒരു തൊണ്ടയടപ്പും ചെറിയൊരു മൂക്കടപ്പും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് സൗണ്ട് പകുതിയും പോയിരിക്കുകയാണ്. കുറച്ച് എന്താ പറയുക, ടോൺസിലിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തണുത്ത എന്തെങ്കിലും കഴിച്ചില്ലെങ്കിലും നമ്മൾ വെയിൽ ഇച്ചിരി അടിക്കുമ്പോഴേ തലയിലേക്ക് വെള്ളം താഴുമ്പോഴും, അതായത് വിയർപ്പ് താഴുമ്പോഴും ഒക്കെ പെട്ടെന്ന് തൊണ്ടയ്ക്ക് കയറി പണി മുടക്കും കേട്ടോ. അങ്ങനൊരു പ്രശ്നമുണ്ട്. പിന്നെ ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. കുറച്ച് ദിവസം നല്ല മഴയാണ്, വൈകിട്ട് മഴയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മഴ പെയ്തോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവരും. പപ്പ തണ്ട് ചെടിയൊക്കെ നടുന്നുണ്ട്. പിന്നെ വീട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന തരത്തിലുള്ള ചെടികളാണ് കേട്ടോ. ഈ പ്ലാന്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ പോത്തോസ്, മണി പ്ലാന്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ ഹാങ് ചെയ്തിടുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാറ്റണ്ട, അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ അതിൽ നിന്ന് കിളിർപ്പ് പൊട്ടി വീണ്ടും വീണ്ടും അങ്ങനെ തന്നെയൊക്കെ കിടന്നോളും കുറേ നാൾ. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ചെടികളെന്ന് പറയുന്നത് വീണ്ടും വീണ്ടും നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ നമ്മൾ കുറേ ദിവസം ഇങ്ങനെ തണലത്തേക്ക് ഇങ്ങനെ മാറ്റി വെച്ചേക്കും കേട്ടോ. ഒന്ന് ഉഷാറായി കഴിയുമ്പം നമ്മൾ ഹാങ് ചെയ്യാനായിട്ട് തൂക്കിയിടും. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നമ്മുടെ ചെടികളൊക്കെ ഉഷാറായി തൂക്കിയൊക്കെ ഇട്ടു. അപ്പം വീണ്ടും പുതിയ വീഡിയോയുമായി ഞാൻ ഇനി എത്താം. എല്ലാവരും സുഖമായിരിക്കട്ടെ.